നമ്മൾ ചെറുതായിട്ട് കുറച്ച് കുട്ടികളെ കൊണ്ട് തുടങ്ങി ചെറിയൊരു കെട്ടിടത്തിൽ തുടങ്ങി ഇതിപ്പോൾ വലിയൊരു സംരംഭമാക്കി മാറ്റാൻ കഴിഞ്ഞു. 12 ഏക്കർ ഭൂമിയും വലിയ ക്യാമ്പസും ഒക്കെ ഉണ്ട് ഇപ്പോൾ CPI കോളേജിന്. നല്ല റിസൾട്ടുകളാണ് കുട്ടികൾക്ക് കിട്ടുന്നത്. ഇവിടുത്തെ സംബന്ധിച്ചിടത്തോളത്തെ പ്രിൻസിപ്പാളും അധ്യാപകരും ഒക്കെ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളെ CPI കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നമ്മൾ അബുദാബിയിൽ വലിയ ഗ്രൂപ്പ് ഓഫ് കമ്പനിയാണ് ബനിയാസ് ബൈ ഗ്രൂപ്പ് ഓഫ് കമ്പനി. ആ കമ്പനിയിൽ ഇവിടെ നിന്ന് പഠിച്ച കുട്ടികൾക്കൊക്കെ അവിടെ ജോലിയും മറ്റുമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനിയും നല്ല നല്ല കുട്ടികളൊക്കെ ഞങ്ങൾ തിരഞ്ഞെടുത്ത് അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അവിടെയൊക്കെ വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം ജോലിയും അവിടെ നമ്മളെ കമ്പനി കൊടുക്കുന്നുണ്ട്. അവിടെ 10,200 ആളുകളും ജോലി ചെയ്യുന്ന ബനിയാസ് ബൈ ഗ്രൂപ്പിൻ്റെ ഒരു അണ്ടറിലുള്ള ഇതാണ് CPI കോളേജ്. ഒരു ബിസിനസ്സായിട്ടാണ് ഈ ഒരു കോളേജിലെയും മറ്റൊക്കെ വിദ്യാഭ്യാസ രംഗത്തെ കാണാറുള്ളത്. പക്ഷേ സാർ ഇവിടെ തുടങ്ങുന്നത് കുറേ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുക എന്നൊരു വലിയ ലക്ഷ്യമാണ് താങ്കളുടെ ലക്ഷ്യമെന്ന് കേട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ബിസിനസ്സിൻ്റെ ഇതിലല്ല നമ്മളിത് കാണുന്നത്. ഇതോടെ ഈ മേഖലയിൽ പല ഭാവങ്ങൾ ഇവിടെ ഒരു സമയത്ത് ഇവിടെ ഒന്നുമില്ല, വിജനമായ ഒരു സ്ഥലമായിരുന്നു. ഈ സ്ഥലം ഞങ്ങൾ വലിയ ഡെവലപ്പ് ചെയ്തെടുത്ത് ലാൻഡ്സ്കേപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് വളരെ ഇപ്പോൾ ഒരു മനോഹരമായ ഒരു സ്ഥലമാണ് ഇത്, പ്രകൃതി രമണീയമായ. ഇവിടെ നമ്മൾക്ക് പാവപ്പെട്ട കുറേ കുട്ടികളെയും മറ്റുള്ളവരും പല ആളുകളും നിർധനമായ പഠിക്കാൻ കാശില്ലാതെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ തീർച്ചയായിട്ടും അതിനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. നമ്മളാൽ കഴിയുന്ന ഇതൊരു ബിസിനസ്സായിട്ടല്ല നമ്മളിത് കാണുന്നത്. കുറേ ആളുകൾ കുറേ കുട്ടികളെ ജോലി കൊടുക്കാൻ സാധിക്കുന്നു. ഒപ്പം നിരവധി കുട്ടികൾ പഠിച്ചിറങ്ങി കഴിഞ്ഞു. താങ്കൾ ആത്മസംതൃപ്തനാണ്? വളരെയധികം ആ കാര്യത്തിൽ ഞാൻ വളരെ സംതൃപ്തനാണ്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം പാവങ്ങളായ ആളുകളെ സംരക്ഷിക്കുക, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുക എന്നൊരു മനസ്ഥിതിക്കാരനാണ് ഞാൻ പൊതുവെ. ആ കാര്യം വളരെ സംതൃപ്തനാണ്. എന്താണ് ഭാവി കുട്ടികളെ ഈ വരാൻ ഉദ്ദേശിക്കുന്ന കുട്ടികൾ +2 കഴിഞ്ഞു, പുതിയ അധ്യയന വർഷം വരികയാണ്, എന്താണ് കുട്ടികളോടൊക്കെ പറയാനുള്ളത്? കുട്ടികളോട് പറയേണ്ടത്, പ്രത്യേകിച്ച് ഇന്നത്തെ ചുറ്റുവശം കാലത്തിൽ കുട്ടികൾ ജോലി പഠിക്കുന്നതിൻ്റെ കൂടെ കുട്ടികൾ ആത്മാർത്ഥമായിട്ട് നിഷ്ഠനായിരിക്കണം. കാരണം അവർ കാരണം ഇപ്പോഴത്തെ മയക്കുമരുന്നും മറ്റുള്ളതിൻ്റെ ഒക്കെ അടിമപ്പെടുന്ന ഒരു കാലമാണിപ്പോൾ. അവർ നന്നായിട്ട് പഠിച്ച് സമൂഹത്തിൽ ഒരു നല്ല കുട്ടികളാണ്. നാട്ടുകാർക്കും രക്ഷിതാക്കൾക്കും സമൂഹത്തിനും ഉപകാരപ്പെടുന്ന മക്കളായി ഈ കോളേജിൽ നിന്ന് പഠിക്കും. ഞങ്ങൾക്കും അതൊരു അഭിമാനമാണ്. ഒരു ചീത്തപ്പേരായിട്ട് കുട്ടികളെ ഇറങ്ങാമെന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനയാണ്. അപ്പോൾ കുട്ടികൾ നന്നായിട്ട് പഠിക്കണം, നന്നായിട്ട് പഠനം, അവർ സമൂഹത്തിൽ ഒരു മാതൃകയാകണം. അതാണ് നമ്മൾ കുട്ടികളോട് പറയാനുള്ളത്.